ഹലോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ്, അതേപോലെ ട്രേഡിംഗ് അവസരങ്ങളും അതേപോലെ തന്നെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. അതായത് അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന ആഴ്ചയിലുള്ള ഒരു ട്രേഡിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ചാർട്ടിൻ്റെ കോമ്പിനേഷൻ ആകെ കോളായിട്ടുണ്ട്. സോ അത് നെവർ മൈൻഡ്, നമ്മൾ ട്രേഡിംഗ് കണ്ടന്റ് ആണ് നമുക്ക് മെയിൻ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ചോ, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്തോ. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് യൂറോ എന്ന് തുടങ്ങാം, യൂറോ USD എന്ന് തുടങ്ങാം. യൂറോ USD ഏത് ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അപ് ട്രെൻഡാണ്. 1 അവർ ആയിക്കോട്ടെ, 4 അവർ ആയിക്കോട്ടെ, ഈവൻ 1 ഡേ ആയിക്കോട്ടെ, ഏതെടുത്ത് നോക്കിയാലും നമുക്ക് അപ് ട്രെൻഡാണ്. സോ നമുക്കിതിൽ അവസരമുണ്ട്. ഓക്കെ, നമുക്കൊരു ട്രേഡിംഗ് ചാൻസ് ഉണ്ട്. സോ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിവിടെ ബ്രേക്കോ സ്ട്രക്ചർ മാർക്ക് ചെയ്യുന്നു. OB എവിടെ വരും? ഈ ഒരൊറ്റ ക്യാൻഡിലാണ് OB. ഇത് കൂട്ടി വരയ്ക്കണം, അതായത് ഈ ഒരു ഫുൾ ക്യാൻഡിൽ കൂട്ടി വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് കുറച്ച് താഴത്തേക്ക് വയ്ക്കുക. ഇപ്പം കറക്റ്റായി. സോ ഈ ഒരു ക്യാൻഡിൽ മൊത്തമായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് OB ഉള്ള കാര്യങ്ങൾ. നമ്മൾ OB വരയ്ക്കുമ്പോൾ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. അതായത് റിവേഴ്സ് ആയിട്ടുള്ള ക്യാൻഡിലാണ് OB വരയ്ക്കേണ്ടത്. ലാസ്റ്റ് അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള റെഡ് ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സോ ലാസ്റ്റ് ഉണ്ടായ റെഡ് ക്യാൻഡിൽ ഇതാണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. സോ ഇവിടുന്ന് ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു ബൈ ഇട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ഏകദേശം നമ്മൾ ഏത് റേഞ്ച്? 1:2 റേഞ്ച്, 1:2, 1:2.5 റേഞ്ച് പ്രോഫിറ്റ് ടാർജറ്റ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത യൂറോ GBPയിലാണെങ്കിലും സെയിം അവസ്ഥയാണ്. യൂറോ GBP ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ. ഓക്കെ, എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ മിക്കവാറും ഈ ഒരു റേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ മേ ബി ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് കയറി പോകാം. ഇവിടെ ഒരു റിവേഴ്സബിൾ ക്യാൻഡിൽ ഉണ്ട്, ഇവിടെ വന്നിട്ട് റെസ്പെക്റ്റ് ചെയ്യാം. ബട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അടുത്ത് ഗോൾഡ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഡൗൺ ട്രെൻഡ് ഇറങ്ങുകയാണ്. ഓക്കെ, ഗോൾഡിൽ നമുക്ക് ട്രേഡ് ഒന്നുമില്ല. ഗോൾഡ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. സോ ഈ ട്രേഡ് ആരൊക്കെ കിട്ടും എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ OBന്ന് കറക്റ്റ് ഡിഫ്ലക്റ്റ് ആയി, അതായത് ഇനി എന്തായാലും ഇതിൻ്റെ ലോ ഉറപ്പായിട്ട് എടുക്കും, 100% ആണ്. സോ ഒരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ യൂറോ USD CAD ഡൗൺ ട്രെൻഡ് ആണ്. അത് വലിയ ചാൻസ് ഒന്നുമില്ല, അത് ഒരു ഇൻപ്രോപ്പർ ആണ്. സോ അത് നോക്കണ്ട. അടുത്ത USD JPYയും ഇൻപ്രോപ്പർ ആണ്, നമുക്ക് അതിലും ട്രേഡ് ഇല്ല. BTCയിൽ നമ്മൾ ഓൾറെഡി കറൻറ്റ് ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട്, അതിപ്പോൾ റണ്ണിങ് സക്സസ്ഫുൾ ആണ്. സോ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ലൈവ് ശ്രദ്ധിച്ചവർക്ക് അറിയാൻ പറ്റും ആ ട്രേഡ്. പിന്നെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി AUDയിലും GBPയിലും ഇല്ല, AUDയിൽ നമുക്ക് ട്രേഡ് ഉണ്ട്. പക്ഷേ ട്രേഡ് കഴിഞ്ഞിരിക്കുന്നു. സോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ റിവേഴ്സബിൾ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, അടിവരെ മാർക്ക് ചെയ്യാം, കാണാൻ പറ്റും. ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആയില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു? കുറച്ച് കയറി, മാർക്കറ്റ് റീടെസ്റ്റ് അടിച്ചു, പിന്നെ കയറി പോകണം. ഇനി എന്തായാലും ഇതിൻ്റെ ഹൈ എടുക്കുന്നുള്ള കാര്യം ഷുവറാണ്. ഇതെന്തായാലും ഇങ്ങനെ നമുക്ക് ട്രേഡ് കിട്ടിയത് ഫസ്റ്റ് ടാർജറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. പിന്നെ ഈ ട്രേഡ് നമുക്ക് ട്രേഡ് ഉണ്ട്. സോ ഇവിടെ ക്യാൻഡിൽ വന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിയിൽ എത്തിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ഇടാൻ പറ്റും. സോ ഇതൊരു 1:5 ടാർജറ്റ് ആയിരിക്കും കേട്ടോ, 1:5. സോ ഈ ഒരു റേഞ്ച് വെച്ചാൽ മതി, 1:5. സോ ഹെവിയാണ് മാർക്കറ്റ്. അതുവരെ എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് ഇട്ടോ. ഇതിൽ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. സോ ഒന്നും പേടിക്കണ്ട, എല്ലാവരും നമ്മൾ സെറ്റാണ്. ട്രേഡിംഗ് സിഗ്നൽസും കാര്യങ്ങളും നമ്മൾ പഴയ പോലെ തന്നെ കൊടുത്തു തുടങ്ങും. എല്ലാവരും ആക്റ്റീവ് ആയിരിക്കും, കുറേ പേര് ആക്റ്റീവ് ആവാതെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് വീഡിയോ. നമ്മൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ കറൻസിയും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സോ എനിക്ക് തീരെ വയ്യ, അതാണ് മെയിൻ ഇഷ്യൂ. ഓക്കെ, ലൈവ് കട്ടായത് എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രശ്നം വന്നപ്പോഴാണ്. സോ നമുക്ക് കിട്ടിയ ട്രേഡ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഒക്കെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട്, മിനി ആയാലും വലുതായാലും ഒക്കെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ടാർജറ്റ് അടിക്കാൻ പോകുന്നു. അപ്പോൾ ഒന്നും പേടിക്കണ്ട, നമ്മൾ ഈ വീക്ക് നമ്മൾ പൊളിക്കും, വേറെ ഒന്നും പറയാനില്ല. നമ്മൾ പൊളിച്ചടുക്കും ഈ വീക്ക്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.